ഹായ്, നമുക്കിന്ന് കോളിഫ്ലവർ ഒന്ന് പൊരിച്ച് നോക്കാം. അതിന് വേണ്ടി ഞാൻ കോളിഫ്ലവറൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കിയായിട്ട് മുറിച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി നമ്മളിത് ഓട്ടമുള്ള ഒരു പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിന്ന് ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് മുങ്ങാൻ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊഴിച്ച് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്ന് കരുതിയാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓവർ വേവ് ആവരുത്, ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അളവൊന്നുമില്ല കേട്ടോ, ഞാൻ 2-3-4 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദപ്പൊടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടലപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടലപ്പൊടിയും മൈദപ്പൊടിൻ്റെ അതേ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടലപ്പൊടിയും 2-3-4 സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം റെഡി പൊടികളൊക്കെ ഇത് മതി. അപ്പോൾ നമ്മളിത് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ തിളച്ച് വരുന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. മസാലപ്പൊടികൾ കുറച്ച് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഗരം മസാലയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ. ഗരം മസാലയ്ക്ക് കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. ഓവറാകുമ്പോൾ അതിനൊരു കുത്ത് വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് മുളക് പൊടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഞാനിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതിന് ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ബാറ്റർ തയ്യാറാക്കണം. നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ചിലപ്പോൾ ലൂസായി വെള്ളം പോലെ. അപ്പോൾ നമുക്കിത് റെഡി ആവില്ല. നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുക്കൽ റെഡി ആയാലും ഇങ്ങനെ ഒലിച്ച് കളിക്കും. അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ട് അപ്പോൾ കോളിഫ്ലവർ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഊറ്റി വെക്കാം. ഒരു ഓട്ടമുള്ള പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. അപ്പോൾ കണ്ട ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ മുളക് പൊടീൻ്റെ ചെറിയൊരു കുറവുള്ളത് കൊണ്ട് ഞാനിത് കുറച്ചും കൂടെ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓവർ ലൂസും ഇല്ല, എന്നാൽ കൂടുതൽ ടൈറ്റും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ബാറ്ററിൻ്റെ ഇത് കാണിച്ചതാ ഇങ്ങനെ എത്ര ലൂസിലേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് അതിലേക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോളിഫ്ലവറൊക്കെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ഇതിലേക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവറിനെ കുറേശ്ശെ നമ്മൾ എന്തൊക്കെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടി ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ റെഡിയാക്കി വെച്ച കോളിഫ്ലവറിനെ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം റെഡിയായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് നമ്മളിതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ടോ, ഫുള്ള് മസാല അതിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടല്ലേ ഈ രൂപത്തിലുണ്ടാവും. ഇനി നമ്മളിതിന് ഓരോന്നെടുത്ത് പൊരിച്ചെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളിതിൽ നിന്ന് ഓരോന്നെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ചൂടായത് ഞാൻ ടെസ്റ്റ് ചെയ്താണ്, അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ മസാലപ്പൊടിയൊന്നും കൂട്ടാണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് മാത്രം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മസാലകളൊക്കെ ഉപയോഗിച്ച് മൈദപ്പൊടിയും കടലപ്പൊടിയും ഉപയോഗിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ ഞാനിങ്ങനെയാണ് പൊരിച്ചെടുത്തത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് 4 മണി ചായക്ക് കൂട്ടാം, അതുപോലെ ചോറിന് ഉപയോഗിക്കാം.
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, മക്കൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഏകദേശം നമ്മളിതിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല തീ തന്നെ ഇട്ടിട്ടുള്ളത്. മീഡിയം ആകുമ്പോൾ ഇതിൽ വേഗം എണ്ണ പിടിച്ചു പോകും. അപ്പോൾ എണ്ണ പിടിക്കാതെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ജസ്റ്റ് നമ്മളൊന്നത് വേവിച്ചെടുത്താണല്ലോ. അപ്പോൾ നമ്മളെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെന്താ കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളതെന്ന്. അത് നമ്മൾ ചട്ടിയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കണ്ടില്ലേ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചത് സെറ്റായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അതുകൊണ്ട് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഫുള്ള് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടോ. കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. നല്ല ഇളം ചൂടുള്ള കോളിഫ്ലവറും നല്ല ഇളം മധുരത്തിൽ ഒരു കട്ടൻ കാപ്പിയും കൂടെ കൂട്ടി ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ശരി, ബൈ ബൈ.